അതേസമയം ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനം തുടരുകയാണ്. പാകിസ്ഥാൻ ഒന്നെങ്കിൽ വെള്ളം ഒഴുകും, ഇല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോര ഒഴുകുമെന്ന് മുൻ പാക് വിദേശമന്ത്രി ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. സിന്ധു നദി പാകിസ്ഥാന്റേതാണ് എന്നും അത് തുടരുമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി പി ബസന്ത് ചേർന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ മുൻ പാക് വിദേശമന്ത്രിയുടെ ബിലാവൽ ഭൂട്ടോയുടെ വെല്ലുവിളി ഇന്ത്യയെ ഒന്നാകെ അപ്പാടെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ വെള്ളം ഒഴുകും അല്ലെങ്കിൽ ചോര ഒഴുകും എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാന് ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രകോപനമാണ് ഇപ്പോൾ നടത്തുന്നത്. നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കളെല്ലാവരും തന്നെ ഇന്ത്യക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ. പീപ്പിൾസ് പാർട്ടിയുടെ നേതാവും മുൻ വിദേശമന്ത്രി കൂടിയായ ബിലാവൽ ഭൂട്ടോ, ബനാസർ ഭൂട്ടോയുടെ മകനാണ്. ബിലാവൽ ഭൂട്ടോ ഇന്നലെ ഒരു പൊതുയോഗത്തിലാണ് ഇന്ത്യക്കെതിരെ വലിയൊരു ഭീഷണി മുഴക്കിയത്. പ്രധാനമായും സിന്ധു നദി ഞങ്ങളുടേതാണ്, അത് ഞങ്ങളുടേതായി തന്നെ തുടരും, അതുവഴി വെള്ളമൊഴുകും അല്ലെങ്കിൽ ജലമൊഴുകും, ഇല്ലെങ്കിൽ ചോര ഒഴുകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചോര ഒഴുകുമെന്നാണ് ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ പ്രസംഗിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ പല നേതാക്കളും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ഈ പഹൽഗാമിലെ ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്ന് വിശേഷിപ്പിച്ച നടപടികൾ കൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാകിസ്ഥാൻ ഏതായാലും ഇന്ത്യയുടെ നിലപാടുകളിൽ ഭയം പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതേപോലെ തന്നെ ഈ കശ്മീർ പ്രശ്നത്തിൽ ഇടപെടില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. നേരത്തെയുള്ള ഒരു വിഷയമാണ് ഇത് എന്ന തരത്തിലുള്ള നിലപാടുകളാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അക്കാര്യത്തിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ട്രംപ് കഴിഞ്ഞ 2019 പുൽവാമയിലെ ആക്രമണം ഉണ്ടായ സമയത്ത് ട്രംപിൻ്റെ ഒരു വിവാദ പ്രസ്താവന വന്നിരുന്നു. വേണമെങ്കിൽ അമേരിക്ക ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ള തരത്തിലൊരു നിലപാട് വന്നിരുന്നു. അന്ന് വലിയ വിവാദവും ചർച്ചയുമൊക്കെ ആയ ഒരു നിലപാടാണ് US പ്രസിഡൻ്റേത്. പക്ഷേ ഇപ്പോൾ ആ നിലപാടിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അത് ഡൊണാൾഡ് ട്രംപ് ഇന്ന് റോമിലേക്കുള്ള യാത്രക്കിടയിൽ വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഈ വിഷയത്തിൽ തൽക്കാലം ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത്. അതായത് ആ പ്രശ്നം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. 1000 വർഷം 1500 വർഷം എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾ പഴക്കമുള്ളൊരു വിഷയമാണ്. അത് അവർ തമ്മിൽ തീർത്തോളും എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഡൽഹിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ വിഷയം പരിഹരിക്കുന്നതിന് ഒരു സ്വതന്ത്രമായ ഒരു നിലപാടിലേക്ക് വേണമെങ്കിൽ പോകാം എന്നുള്ള ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വായിക്കാവുന്നതാണ്. അതായത് ഡൽഹിക്ക് ഒരു ഫ്രീ ഹാൻഡ് നൽകുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന് വേണമെങ്കിൽ നമുക്കത് വിലയിരുത്താൻ കഴിയുന്നു. ഏതായാലും ട്രംപ് പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുമായും പാകിസ്ഥാനുമായും എനിക്ക് നല്ല ബന്ധമുണ്ട്, ഈ വിഷയം പരിഹരിക്കാൻ അവർക്ക് കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ത്യ ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കൊപ്പമാണ് എന്ന് ഔദ്യോഗികമായി ഇന്ത്യയെ നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടർ തുളസി ഗബാർഡും ഒരു ട്വീറ്റിലൂടെ വേട്ടയാടാൻ, അതായത് ഈ ഭീകരരെ വേട്ടയാടി തകർക്കാൻ ഇന്ത്യക്കൊപ്പം ഉണ്ട് എന്നുള്ള വാചകമാണ് അവർ ഉപയോഗിച്ചത്. വി ആർ വിത്ത് ഇന്ത്യ ടു ഹണ്ട് ദം ഡൗൺ എന്നുള്ളൊരു വാക്കാണ് തുളസി ഗബാർഡ് ഉപയോഗിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഫ്രീ ഹാൻഡ് നൽകിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്ക മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ബസന്ത്, അതേപോലെ തന്നെ ഈ ഒരു പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ ലോകരാജ്യങ്ങളെ ഇന്ത്യ ബോധ്യപ്പെടുത്തുകയാണ്. എന്തൊക്കെ തെളിവുകളാണ് ഇന്ത്യ നിരത്തിയിട്ടുള്ളത്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിദേശ രാഷ്ട്ര തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള അനുശോചനവും ആ വിഷയം അപലപിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 13 ലോകരാഷ്ട്ര തലവന്മാർ പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതോടൊപ്പം തന്നെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തുടങ്ങിയവരൊക്കെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മോദിയുമായി സംസാരിച്ചിട്ടുണ്ട്. പാലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് അദ്ദേഹം രാഷ്ട്രപതിക്ക് കത്തയക്കുന്നു. അത് ജോർദാൻ രാജാവ് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം അണിനിരത്തുന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ നീങ്ങിയിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക, ആഗോള തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഇന്ത്യ അത് വിജയകരമായി നടക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൗദി വിദേശമന്ത്രിയുമായി ഇന്ത്യയുടെ വിദേശമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു. വളരെ കൃത്യമായി ജയശങ്കർ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റിലൂടെ അറിയിച്ചത് പാകിസ്ഥാൻ്റെ ഈ വിഷയത്തിലെ ബന്ധം, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ ബന്ധം കൃത്യമായി ഞങ്ങൾ സൗദിയെ അറിയിച്ചു എന്നുള്ളതാണ്. അതൊരു നിർണായകമായ ഒരു സംഭാഷണമാണ്. കാരണം സൗദി പല ഘട്ടങ്ങളിലും സൗദി അറേബ്യ പാകിസ്ഥാൻ്റെ അനുകൂലമായ നിലപാട് പല ലോകവേദികളിലും എടുത്തിട്ടുള്ള ഒരു രാജ്യമാണ്. സൗദി രാജാവ് അല്ലെങ്കിൽ സൗദിയിൽ പ്രധാനമന്ത്രി സന്ദർശനം നടക്കുന്ന ഒരു സമയത്താണ് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായത് എന്ന് ശ്രദ്ധിക്കണം. സന്ദർശനം വെട്ടിച്ചുരുക്കേണ്ടി വന്നു, അത്താഴ വിരുന്ന് റദ്ദാക്കേണ്ടി വന്നു, പ്രധാനമന്ത്രിക്ക് മടങ്ങേണ്ടി വന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ സൗദിയുടെ മുന്നിലുമുണ്ട്. അപ്പോൾ സൗദിയും ഇന്ത്യക്ക് അനുകൂലമായൊരു നിലപാടെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ കൈമാറിയിരിക്കുന്നു. മാത്രമല്ല 30ഓളം വിദേശ നയതന്ത്ര പ്രതിനിധികളുമായി വിദേശ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും മുമ്പിൽ ഇന്ത്യ വെച്ചിട്ടുള്ളത് ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ്. ഇൻ്റലിജൻസ് വിഭാഗം നൽകിയിട്ടുള്ളവ, മാത്രമല്ല ഡിജിറ്റൽ തെളിവുകൾ, ഇവയെല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഒരു തറയൊരുക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനെതിരെ ഒരു കടുത്ത നടപടിക്ക് വേണ്ടിയുള്ള ഒരു തറയൊരുക്കലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ളത്. ഇന്ത്യ ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഇക്കാര്യത്തിൽ എടുക്കുന്നത്. നിലപാട് കടുപ്പിക്കുക തന്നെയാണ്. പാകിസ്ഥാന്റെ ഒരു ഉമ്മാക്കിയിലും ഇന്ത്യ വീഴില്ല എന്നുള്ളത് തന്നെയാണ്.